അപ്പോൾ ഞങ്ങളിന്ന് കുതിരയാത്ത് ബീച്ച് എവിടെക്കാണ് നമ്മളിന്ന് കുതിരയാത്ത് ബീച്ച് കാണാൻ പോവാണ്. കയറി കയറി അപ്പോൾ സർപ്പ് എടുക്കാൻ പോണേ. നമ്മളിന്ന് കുതിരയാത്ത് ബീച്ച് കാണാൻ പോവാണ്. ഇവിടുന്നുണ്ട് ആദ്യം നോക്കിക്കോ. അപ്പോൾ എവിടേക്കാ നമ്മൾ പോണത്? അണ്ണ ജീവിതത്തിൽ കാണാത്ത സ്ഥലം. 50 കൊല്ലമായി പണിയെടുക്കുന്ന അണ്ണന് ജീവിതത്തിൽ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അണ്ണനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അണ്ണനെ മുന്നൊന്ന് കാണിച്ചു കൊടുക്കണം അത്ര. അതാണ് അണ്ണനെ. അപ്പോ ഹലോ ഗൈസ്, നമ്മള് കുതിരയാത്ത് ബീച്ചിന്റെ പാലം കയറാൻ പോണ്. ഈ ഇതാണ് പാലം. ലണ്ടന്റെ ഒരു ഫീൽ ഇല്ലേ? അടിപൊളി സ്ഥലമാണിത്. അപ്പൊ ഇനി ഇവിടുന്നാണ്ട് ഫുള്ള് ബീച്ചാണ്. നമുക്ക് പോയി നോക്കാം, ഒരു എക്സ്പീരിയൻസ് ഒന്ന് കാണാം. ഞങ്ങള് കുറച്ചായി പോയിട്ട്, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണിത്. ഒന്ന് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി അങ്ങോട്ട് ദുബായ് അബുദാബി മൊത്തം കാണിച്ചു കൊടുക്കണം. അബുദാബി മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഈ ബ്രിഡ്ജിന്റെ മേലെ നിന്നാൽ നമുക്ക് അബുദാബി മൊത്തം കാണാം. കണ്ടാ ഏരിയ ഫുള്ള് കവർ ചെയ്യാം. ഇവിടെ നൈറ്റിലാണ് അടിപൊളി അടിപൊളി സ്ഥലമാണ്. സർപ്പോ ഇവിടുന്ന് കണ്ടതാ. ഈ ഇവിടുന്ന് അങ്ങോട്ട് നേരെ മുസഫിക്ക് പെട്ടെന്ന് പോവാം. നമുക്കൊക്കെ ഞാൻ വന്നെ ഇവിടെ വന്നെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഫുള്ള് കടലാണ്. കടല് നിരത്തിയിട്ട് ഫുള്ള് ഇപ്പൊ ഇതാക്കി മണ്ണിട്ടിട്ട് ഫുള്ള്. ഇനിയിപ്പോ നമ്മൾ കുറച്ചും കൂടി ഒരു ഈ 2025 ആകുമ്പോഴത്തേന് ഇവിടെ പാലം ഓപ്പൺ ആവും. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ ഇനി വണ്ടി പോകാനോടും. ട്രെയിനും പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലമാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മളാരും ഇങ്ങോട്ട് വരലില്ല. ഭാവിയിൽ ഇവിടെ ടൂറിസത്തിന്റെ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുള്ള ഇവിടെ ഉണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ്. ഇനിയിപ്പോ തണുപ്പായില്ലേ, സീസൺ ആയി കഴിഞ്ഞാല് കണ്ടമാനം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല രസകരമായ എല്ലാതും ഇവിടെ ആദ്യം ആണ്ട് ആ റോഡ് അതാ, അത് ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ അങ്ങോട്ടില്ല. ഇതിപ്പോ ഇവിടെ വരാൻ പോകുന്ന ഓരോ പ്രൊജക്ട് ആണല്ലേ ഈ കാണുന്നതാണ്. ഇതൊക്കെ ഓക്കെ. ഇവിടെ പുതിയ സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മള് കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നില്ല. അന്നൊന്നും ഇവിടെ ഇല്ലാതെ. നമ്മളാ പെരുന്നാളിന്റെ അന്ന് നാസർ നമ്മളെ ഒരു വന്നിടണ്ടേ, അതൊന്നും കണ്ടില്ല. പുതിയ ഒരു ഇതാണല്ലേ. ഹലോ ഗൈസ്, ഇത് പുതിയ പ്രൊജക്ടുകളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ് കുതിരയാത്ത് ഒരു കാണേണ്ട സ്ഥലം. ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഓക്കെ, അവിടെ അങ്ങനെ ഉണ്ട് നമുക്ക് പോളെ. ഇത് മറ്റേതാണ് നമ്മളെ സൈക്കിളിന്റെ. എന്താണ് ഇതിന് പറയല്? വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അവിടെ ക്യാമ്പിങ് അവിടെ സെറ്റപ്പാണ്. സൈക്കിളിന്റെ ഏരിയ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്താണ് ദക്കാത്തലോൺ, അതേമാതിരിയുള്ളൊരു ഏരിയ ഉണ്ട്. അടിപൊളി വളരെയധികം മനോഹരമായ സ്ഥലം. അണ്ണാ, എനിക്കെന്താ പറയാളേ? പറയേ. നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ?
നീ എത്ര വർഷമായി ഇവിടെ? നീ എത്ര വർഷമായി ഇവിടെ? നമ്മളെ വീടിന്റെ അവിടുന്ന് നമുക്ക് ആകെ എത്ര 1 കിലോമീറ്റർ ഇല്ല കണ്ട്, മനസ്സിലായോ? നീ കണ്ടിട്ടില്ല ഇവിടെ? ഞാൻ 3 കൊല്ലമായി ഇവിടെ വലിയ. ആ, 3 കൊല്ലമല്ല, 10 കൊല്ലമായാലും ഇവിടെ വരില്ല. നീ ഗ്ലാസ് ഇല്ലാത്ത കണ്ണാടട്ടക്കള് എന്താ ചങ്ങായ കൊറേ ഗ്ലാസ് കണ്ണുണ്ടായ പോലെ. ഈ കണ്ണാടൊക്കെ ഇട്ടാ കോങ്കണ്ണാവും. അതല്ലേ ചങ്ങായി, ഇത് ബീച്ചിക്കാണ് പോണത്, അല്ലാതെ മറ്റേ മരിച്ചോടത്തേക്കല്ല മുണ്ടാതെ നിക്കാന്. എന്തെങ്കിലൊക്കെ സംസാരിക്കേ. അണ്ണാ നീ എന്താ നമ്മളെ ഇതിലെന്താണ്, ഇതെന്താണ് ഇതിന്റെ ഉള്ളില്? ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നത്? ഇതൊക്കെ എന്താ സംഭവം? ക്യാമ്പയുടെ സ്ഥലമാണ്. ആ ചെറിയ ചെറിയ വീടാണതാ, ഒക്കെ ക്യാമ്പിങ്ങിന്റെ സ്ഥലമാണ്. പിന്നെ ഞാൻ കൊറേ വന്നിക്കണേ, ഞാൻ എത്ര വന്നിക്കണ ഇവിടെ. പക്ഷെ അന്ന് ഇത്ര സെറ്റപ്പ് ഇല്ല കണ്ടാ. ബസ് ഇങ്ങോട്ടൊക്കെ വരുമോ? 72 ബസ് ഇങ്ങോട്ടാണ്. അല്ലെ 73 അല്ലേ? 72 അല്ലേ? 73 ആണ്. ഇവിടെ വന്നിട്ടില്ല, ഇങ്ങനെ തിരിച്ചു വരും അല്ലേ? അബുദാബി സിറ്റി ഒക്കെ കാണുന്നത് കേട്ടോ, ആ ബിൽഡിംഗ് അതാ. എടാ ഇപ്പൊ ഇവിടെ ഈ നേരത്തെ വൈകുന്നേരം അങ്ങോട്ട് വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കായി. അറബികളെ ഫുള്ളുണ്ടാവും ഇവിടെ. എന്തായാലും നമ്മളടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ സംഭവമാവില്ല. അതാണ് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഇതിവിടെ ടൂറിസ്റ്റുകൾ വന്നാൽ കാണാനുള്ള പ്രത്യേക വണ്ടിയാണ് അല്ലേ ആ കാണുന്നത്? ആൾക്കാരെ കയറ്റിട്ട് ഇവിടെ നീ പാർക്കിങ്ങിന് പൈസ ഉണ്ടോ? അപ്പൊ ചോദിക്കണം. നമുക്ക് അങ്ങനെ ഇടാം. ഇല്ല, ഇവിടെ ഫ്രീ ആണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അതേപോലെ. വണ്ടിയുള്ള പാർക്കിംഗ് വന്നു നമ്മൾ ഇറങ്ങല്ലേ? ഇറങ്ങിപ്പോളെ. നമ്മളെ പേര് തണ്ണനാട്ടോ. നമ്മളെ വീട്ടിൽ തണ്ണന് ഗാർഡന്റെ പണി എടുക്കുന്ന ആളാണ്. മൂപ്പരാൾ തരം ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ മൂപ്പരാളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൊടുക്കുന്നത്. നീ വന്ന് ക്ലാസ് ആയിട്ട് ഇത് നാസറാണ്. നാസറൻ നമ്മളെ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഓനെ കണ്ടിട്ടുണ്ടാവില്ല. തണ്ണന് ഇവിടെ എൻട്രൻസിൽ നമ്മളെ കയറ്റവും സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ലേഡീസിന് മാത്രമേ അലോട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇതാണ് ഏരിയ, കണ്ടില്ല? Private beach, sir. This is a private beach. You can pay, sir. And if you want to go inside, it's a chargeable. 89 dirham per person, sir. 89 per person. This one there, no go. Only this one inside. This is a private beach. Public beach is there, sir. You can go straight after second roundabout. There is a public beach, sir. അപ്പൊ ഇതല്ല നമ്മളെ സ്ഥലം. ഇത് ലേഡീസിന്റെ ആണ്, പ്രൈവറ്റ് ബീച്ചാണ്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അവിടെ ആരെ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇത് പബ്ലിക് ആണ്. പബ്ലിക്കാണ്, വരാൻ തോന്നുന്നുണ്ട്. വരാം. കാരണം എന്താ വിസിറ്റേഴ്സിനുള്ള സ്ഥലമാണിത്.
ഇനി പാർക്കിംഗ് നോക്കണം. അവിടെ തന്നെയാണ്. ഓഫ് ഡേ ആയ കാരണം പിന്നെ സൺഡേ അല്ല, സൺഡേ വീക്കെൻഡിന്റെ ദിവസമാണ്. അപ്പോൾ ആയിട്ടില്ല, അങ്ങനെ വൈകുന്നേരം ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ. இது நம்ம இப்போ வரக்கூட நைட்டில் வந்து சின்ன ஜோதி இருக்கும். നൈറ്റിൽ അടിപൊളിയാണ്. നൈറ്റിൽ നമുക്ക് വരാൻ നൈറ്റ് വൈബ് നൈറ്റിൽ വരണം. ഇവിടെ വരുമ്പോൾ നൈറ്റിൽ വരണം. ഇത് പ്രൈവറ്റ് ആക്സസ് തന്നെയാണല്ലോ കാണുമ്പോൾ തോന്നുന്നു. ഈ പാർക്കിംഗ് ഇവിടെ ആദ്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, പാർക്കിങ്ങിന് പൈസ ഉണ്ടാകാൻ ചോദിക്കണം. ഇല്ലല്ല, പാർക്കിംഗ് പൈസ അല്ല. ഞാൻ സംസാരിക്കും. പിന്നെ ഇവിടെ സെക്യൂരിറ്റി भाई इधर पार्किंग फ्री है, पूरा फ्री है. उधर वो इधर नहीं है. എന്താ കാരണം അത് മറ്റേതാടാ, വികലാംഗത്താണ്, ഹാൻഡിക്യാപ്പ്. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. എന്താ അവിടെ ഒരു കൊടമണി പോലത്തെ തൂക്കിട്ടിരിക്കുന്നത്? അത് അത് ഇതാണ്, എന്ത് ലൈറ്റ് ആണ് ഇത് രാത്രിക്കുള്ള. ഓക്കെ, ഇറങ്ങിക്കോളൂ. ഗ്ലാസ് വെക്കണം. അത് കാർ ഓപ്പൺ ആയിരുന്നു. എടുത്തു. ഇല്ല, ഓക്കെ. എടുക്ക പോണേ, ആയിട്ടില്ല, നിക്ക്. അവിടെ നോക്കാനായിട്ടില്ല, എന്നെ പിടിച്ചോണ്ട് പോകും. നമ്മള് വീട്ടിൽ തണ്ടന് എന്നിട്ട് എല്ലാവർക്കും ഇതാണ് കേട്ടോ ബീച്ച്. ആ ഇവിടെ നോക്കി ഇവിടെ അപ്പുറം അവിടെ നോക്കുക. അടിപൊളി സ്ഥലം കേട്ടോ, ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിനപ്പുറത്തെ സൈഡ് ഫുള്ള് ബീച്ചാട്ടോ. കണ്ടാ ആൾക്കാർ കുളിക്കണൊക്കെ സ്ഥലമാണ്. കണ്ടാ ഉതിരിയാത്ത് കണ്ടാ വെട്ടല്. ആ അടിപൊളി സ്ഥലം കേട്ടോ, കുളിക്കാനൊക്കെ പറ്റിയ. കണ്ടില്ലെത്താണ് നമ്മളെ സ്ഥലം. നമ്മളെ വീട് അവിടെ കേട്ടാ. നമ്മളങ്ങനെയല്ല വന്നേ. അത് കാണുന്നതാ എവിടെ? അവിടെ നമ്മളെ വീട്. നമ്മളെ വീട് അവിടെ നിന്നല്ല, പിന്നെ ഏതാ ചെങ്ങായി അവിടെ നെറ്റുണ്ട്. നമ്മളവിടെ അല്ല അങ്ങോട്ടാണ്. അടാ എങ്ങനെ ഇருக்கு? நல்லா இருக்கா? இல்ல நல்லா இருக்கு. சூப்பரா இருக்கா? சூப்பரா இருக்கு. அது ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. സർപ്പ് ഉള്ളാരാണ് കുളിക്കാൻ വരണം തന്നെ. നീ സർപ്പ് ഉള്ളാരാണ്.
ചെറുപ്പം മുട്ടൽ ഇട്ടാ പോലും അവിടെ പോയി പോട്ടിരിക്കില്ല അവിടെ പോ. ആ ഷിപ്പ് പുതിയ വന്നിട്ട് കണ്ടാ ഇതാ പോട്ടോ அந்த அளவுக்கு போட்டான் அதை ரெண்டையா குட்டி எடு ബ്ലൂ ഇതാണ് വെള്ളം കിട്ടുന്നതാ അതെല്ലാം ഉക്കാറ് വെള്ളം தான் അവിടെ ഇരിക്കാം അവിടെ ഉക്കാറ് ഞാൻ ഇരിക്കാം. അവിടെ வந்து ஹலோ അവിടെ வந்து சாதிக்க எவ்வளோ அதில் தூக்கி வேலை இதில் தூக்கி போட்டு வளர்த்தான் അങ്ങനെ വളത്തിലിട്ടാലോ? സാധിക്ക് വെള്ളത്തിൽ വിട്ടോ ഇതാണ് ഇവിടുത്തെ നിയമാവലികളാണ് ഇവിടുത്തെ നമുക്ക് ഒരു ദിവസം കുളിക്കാൻ വന്നാലും കണ്ടേ അടിപൊളിയാവില്ല. ഇവിടെ അലോട്ടുണ്ട്, നമുക്ക് അലോട്ടുണ്ട്. അവസരം എടുത്ത് വരാൻ തന്നെ ഇവിടെ തിരഞ്ഞൊക്കെ ഉണ്ടാവും നേരത്തെ. ആ മീനൊക്കെ പോകും, വലിയ മീനൊക്കെ. എന്നാ വരി. ഇതൊക്കെ ഈ ബോട്ടൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പ്രൈവറ്റ് ആട്ടോ. ഓരോരുത്തരുടെ അറബികളെ ബോട്ടാണ് ഇതൊക്കെ, പ്രൈവറ്റാണ്. ഇവർ രാത്രിയാണ് ഇവർ പുറത്ത് പോകുള്ളൂ ഇതായിട്ട്. ഉണ്ട്, അത് അടിപൊളി സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. എന്താ ആണോ ഇത് പച്ചവെള്ളം കലക്കിയതാ? അത് പച്ച കളർ കലക്കിയതാ? കളിക്കതാ. അവിടെ ഒരു ബോട്ട് കറക്റ്റ് ഉദരിയാത്തിൻ്റെ ഒരു പോയിന്റിലെത്തിയിട്ട് നമ്മൾ